Hello, Appo. This video is dedicated for all the cat lovers out there because ഇന്ന് നമ്മൾ പോകുന്നത് പൂച്ചകൾ ഉള്ള ഒരു കഫേയിലേക്കാണ് കേട്ടോ. ദ ക്യാറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർവിച്ചിലുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ അവിടെ ഒരുപാട് പൂച്ചകളുണ്ട്, അവരുടെ കൂടെ നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളൊരു സെഷനാണ്, ഒരു 1 hourൻ്റെ സെഷനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. നമുക്കൊരു 8 മിനിറ്റിൻ്റെ ഡ്രൈവേ ആക്ച്വലി ഈ ക്യാറ്റ് ഹൗസിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര എളുപ്പമായിരുന്നു. ഇതൊരു സഡൻ പ്ലാൻ ആയിരുന്നു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഈ ഒരു പൂച്ചകളെ കാണാൻ പോവാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയത്. ഇയാളാണ് ഞങ്ങളെ വെൽക്കം ചെയ്ത ആള്. പക്ഷേ വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്ക്. കാരണം 11:15 മുതൽ 12:15 വരെയുള്ളൊരു സെഷനായിരുന്നു. അപ്പോൾ ഇവരെന്തോ ഭയങ്കര ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. പറയാനുള്ളത് ഇവിടുത്തെ ഒരു കോസി അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എസ്തെറ്റിക് വൈബായിരുന്നു. നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നും. ഒരുപാട് പൂച്ചക്കുട്ടന്മാരുണ്ട്. കക്ഷികൾ വലിയ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് ബോറടിച്ച് തുടങ്ങി കേട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല. കാരണം സ്ട്രീറ്റ് ക്യാറ്റ്സ് ഒക്കെ നമ്മളെ അടുത്ത് ഭയങ്കര കമ്പനി ആയിരിക്കും. നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ അവർ വരും കേട്ടോ. ഇവരെ നമ്മൾ തൊടുമ്പോഴത്തേക്കിന് ഇവർ ഓടിപ്പോവാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഈ അറേഞ്ച്മെൻറ്റ്സ് അതിന് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻസ് ആണ് ഓൾ ഓവർ. ഇതൊരു വെറൈറ്റി ക്യാറ്റാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ. എന്തായാലും എല്ലാവരും ഭയങ്കര ഉറക്കമാണ്. കൂട്ടത്തിൽ ആകെ കിട്ടിയ ഒരു ആശ്വാസം ഈ ഒരു ക്യാറ്റായിരുന്നു കേട്ടോ. ഇവൻ പിന്നെയും പാമ്പർ ചെയ്യാനൊക്കെ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചില്ലറ ടെക്നിക്സ് ഒക്കെ കാണിച്ചാൽ ചെറുതായിട്ട് മൈൻഡ് ചെയ്യും. ഒരാൾക്ക് 10 പൗണ്ടാണ് കേട്ടോ 1 hourൻ്റെ സെഷന് വരുന്നത്. അതിന് ഇങ്ങനൊരു ഡ്രിങ്കും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇരിക്കുന്ന പുള്ളിക്കാരി കുറേ ട്രൈ ചെയ്തു കേട്ടോ ഒരു ക്യാറ്റിനെങ്കിലും അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് സംസാരിച്ചിരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കായിട്ട് ചെയ്യാനും അങ്ങനത്തെ കേസസിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണെന്നേ ഞാൻ പറയുള്ളൂ. ക്യാറ്റ്സിനെ മാത്രം പ്രിഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാം. ഇരുട്ടാടി
അവിടെ ഒന്ന് കൂട്ടി തരണം. എപ്പോഴും എഴുതിട്ടോ മാറും. എന്താ ടു ബി ഓണസ്റ്റ്, കൊടുത്ത പൈസയ്ക്ക് വേർത്താണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം 1 hourന് ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പോയ പോലെയാണ് ഫീൽ ആയത്. മാത്രമല്ല ഇവർ നമ്മളുടെ അടുത്ത് തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു ആൻഡ് തീരെ ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ സ്ട്രീറ്റ് ക്യാറ്റ്സിനെയൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഭയങ്കര ജെൻ്റ്ലിയാണ്, പൊളൈറ്റ്ലി നമ്മളടുത്ത് വരും, നമ്മളടുത്ത് കൂട്ടാവും, എല്ലാം സെറ്റാവും. പക്ഷേ ഇവർ തീരെ അടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കഫേ ആകുമ്പോൾ കുറച്ചൊക്കെ അവരത് എന്താ പറയുക ട്രെയിൻ ചെയ്യിക്കണമെന്ന് തോന്നുന്നുണ്ട്. അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1 hour എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യില്ല. കാരണം കാം ആൻഡ് റിലാക്സിങ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഒരു 1 hour പെട്ടെന്ന് പോവും. അല്ലെങ്കിൽ പിന്നെ ടൈമിംഗ് ഒക്കെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം തോന്നും.